ഏറെ തിരക്കുകളിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് പരീക്ഷയുടെ കാലമാണ്. ഇനി ഒത്തിരി നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ആ കേൾക്കുന്ന നേരത്തൊരു പ്രാർത്ഥന, ഒരു ദൈവവിചാരം, യൗസേപ്പ് പിതാവിന്റെ ഒരു മാധ്യസ്ഥ്യം തേടൽ, അത്രയെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ യൗസേപ്പ് പിതാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. നിങ്ങൾ നിയോഗങ്ങൾ വെക്കണം, യൗസേപ്പ് പിതാവിനോട് പറയണം ഇന്ന ഇന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനാണ്, കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്. യൗസേപ്പിന് മറിയത്തിന് തന്നെ എളിമയോടെ സമർപ്പിച്ച ആദ്യത്തെ ആൾ ഈശോയാണ്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഏത് മൂത്ത സഹോദരനാണ് ഇളയ സഹോദരങ്ങൾ അപ്പയും അമ്മയും സ്നേഹിക്കുന്നതിൽ ഇഷ്ടക്കേടുണ്ടാകുന്നത്? മറിയത്തിന്റെ നന്മകളെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ യൗസേപ്പ് സന്തോഷിക്കും. ഒരു സംശയവും വേണ്ട, ലോകത്തിലെ ഏറ്റവും വലിയ മരിയ ഭക്തൻ യൗസേപ്പാണ്. ഈ കാലത്ത് മറിയത്തിന്റെ സ്വർലോകരാജ്ഞിയുടെ പടയാളികളാകുവാൻ യൗസേപ്പിനുള്ള ഭക്തി നമ്മളെ ഒരുക്കുമെന്ന് തിരിച്ചറിയുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിനോട് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ, നമ്മുടെ ഈ കോൺസക്രേഷൻ ജേണിയുടെ 7ാമത്തെ ദിവസം. താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്കായി ഇത് പങ്കുവെച്ചു കൊടുക്കണം. ഏറെ തിരക്കുകളിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് പരീക്ഷയുടെ കാലമാണ്. വീട്ടിലെ തിരക്ക്, കുട്ടികളെ നോക്കണം. ഇതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലെ കുറച്ചു നേരം കേട്ട്, ഇനി ഒത്തിരി നേരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് കേട്ട് ആ കേൾക്കുന്ന നേരത്തൊരു പ്രാർത്ഥന, ഒരു ദൈവവിചാരം, യൗസേപ്പ് പിതാവിന്റെ ഒരു മാധ്യസ്ഥ്യം തേടൽ, അത്രയെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് വെക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യൗസേപ്പ് പിതാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. നിങ്ങൾ നിയോഗങ്ങൾ വെക്കണം, യൗസേപ്പ് പിതാവിനോട് പറയണം ഇന്ന ഇന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനാണ്, കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്. നമ്മുടെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥകളെ യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യം വഴി സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് സംസാരിച്ചവരോട് ഞാൻ പറഞ്ഞത് യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യം തേട് എന്നാണ്. നിങ്ങളും അത് തേടി പ്രാർത്ഥിക്കുക. കുടുംബം കടന്നു പോകുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിൽ, രോഗദുരിതങ്ങളുടെ ഇടയിൽ, മക്കളെക്കുറിച്ചുള്ള ആകുലതകളുടെ ഇടയിൽ, നമ്മളെ തകർക്കുന്ന ശത്രുക്കളുടെ, നമ്മുടെ പീഡകരുടെ നടുവിൽ, കുടുംബ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധം ഉലയുന്നതിന്റെ മധ്യേ, വിവാഹ തടസ്സം നേരിടുന്നവര്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, ഒരു വീടൊരുക്കാൻ പാടുപെടുന്നവര്, അപ്പോൾ കുടുംബങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകം ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച് താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്നലെ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തോടുള്ള കൂട്ടായ്മയിലേക്ക് യൗസേപ്പ് പിതാവ് നമ്മെ ക്ഷണിക്കുന്നു എന്നാണ്. ഭൂമിയിലെ ത്രിത്വം, നസ്രത്തിലെ ത്രിത്വത്തോടുള്ള കൂട്ടായ്മ, ആ ത്രിത്വത്തിലുള്ള മെമ്പർഷിപ്പ് നമ്മളെ സ്വർഗീയ ത്രിത്വത്തിലേക്ക് ചേർത്ത് പിടിക്കും എന്നാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യൗസേപ്പ് പിതാവിനോടുള്ള ബന്ധം, ഭക്തി എപ്രകാരം നമ്മെ മാതൃഭക്തിയിൽ വളർത്തും എന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. സെയിന്റ് ജോസഫിനുള്ള ഡിവോഷൻ, ഹൗ വിൽ ദാറ്റ് ഹെൽപ്പ് us to grow in devotion to മദർ മേരി? പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിൽ അതെങ്ങനെ നമ്മളെ വളർത്തും? നമുക്കിത് ഈശോയിൽ നിന്ന് പറഞ്ഞ് ആരംഭിക്കാം. സി, വി ഓൾ ബിലോങ് ടു ജീസസ്. നമ്മളെല്ലാവരും ഈശോയുടേതാണ്. ഈശോ ആഗ്രഹിക്കുന്നുണ്ട് that we grow in virtues and holiness. സുകൃതങ്ങളിൽ, വിശുദ്ധിയിൽ നമ്മൾ വളരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവത്തെ, സഹോദരങ്ങളെ സ്നേഹിച്ചാണ് നമ്മൾ ഈ വിശുദ്ധിയിൽ വളരുന്നത്. ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇമിറ്റേറ്റ് ജീസസ്. കർത്താവിനെ കണ്ടു പഠിക്കുക. കർത്താവിനെ കണ്ടു പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എ ടോട്ടൽ എൻട്രസ്റ്റ്മെന്റ് ടു ജോസഫ് ആൻഡ് മേരി. യൗസേപ്പിനും മറിയത്തിനും നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് ഈശോയുമായുള്ള കൂട്ടായ്മയിൽ, ഈശോയിൽ വളരാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗമെന്ന് തിരിച്ചറിയണേ. ഞാൻ ഈ പറഞ്ഞത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വി ഓൾ ബിലോങ് ടു ജീസസ്. നമ്മൾ ഈശോയ്ക്കുള്ളവരാണ്. ഈശോ നമ്മൾ വിശുദ്ധിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വളരാനുള്ള മാർഗം നമ്മൾ ഈശോയെ ഇമിറ്റേറ്റ് ചെയ്യണം. ഈശോയെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴി നമ്മളെ തന്നെ യൗസേപ്പിന്, മറിയത്തിന് വിട്ടുകൊടുക്കണം.
ആ ബന്ധം നമ്മൾ ഈശോയിൽ വളർത്തും. നിങ്ങൾ ആരും ഓർക്കരുത്, യൗസേപ്പിനെ മറിയത്തെ വണങ്ങുമ്പോൾ ജീസസ് വിൽ ഗെറ്റ് ഒഫൻഡഡ് എന്ന്. ഇന്ന് ചിലതൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിരി വരും. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അതായത് മറിയത്തോടുള്ള വണക്കം, യൗസേപ്പിനുള്ള ഭക്തി ഈശോയിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും? യൗസേപ്പിന് മറിയത്തിന് നമ്മെ തന്നെ എൻട്രസ്റ്റ് ചെയ്യുന്നത്, നമ്മളെ തന്നെ നമ്മൾ ഇങ്ങനെ സമർപ്പിക്കുന്നത്, വിട്ടുകൊടുക്കുന്നത് കർത്താവിന് സന്തോഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവൻ തന്നെയല്ലേ ആദ്യം തന്നെ യൗസേപ്പിന് മറിയത്തിന് ഏൽപ്പിച്ചത്. ഹി ഈസ് ദ ഫസ്റ്റ് വൺ ഹു എൻട്രസ്റ്റഡ് ഹിംസെൽഫ് ടു ജോസഫ് ആൻഡ് മേരി. യൗസേപ്പിന് മറിയത്തിന് തന്നെ എളിമയോടെ സമർപ്പിച്ച ആദ്യത്തെ ആൾ ഈശോയാണ്. അപ്പൊ പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഹി വാണ്ട്സ് യു ടു ലവ് ആൻഡ് റിസംബിൾ ജോസഫ് ആൻഡ് മേരി. യൗസേപ്പിനെയും മറിയത്തെയും സ്നേഹിക്കണമെന്ന്, അവരുടെ സുഹൃതങ്ങൾ, അവരുടെ പുണ്യങ്ങൾ നമ്മളിൽ ആവർത്തിക്കപ്പെടണമെന്ന് മറ്റാരേക്കാൾ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാതൃഭക്തി, യൗസേപ്പിനുള്ള ഭക്തി ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കരുതെന്ന്. അതിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. അതായത് നിങ്ങൾ ഓർക്കേണ്ടത്, ഏത് മൂത്ത സഹോദരനാണ് ഇളയ സഹോദരങ്ങൾ അപ്പയും അമ്മയും സ്നേഹിക്കുന്നതിൽ ഇഷ്ടക്കേടുണ്ടാകുന്നത്? ഈശോ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ഇന്നലെ നമ്മളത് പഠിച്ചതാണ്. ഈശോ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ജ്യേഷ്ഠ സഹോദരന് സന്തോഷമല്ലേ ഉണ്ടാകുകയുള്ളൂ? ഇളയതങ്ങള് അപ്പനെയും അമ്മയും മാനിക്കുന്നത്, വണങ്ങുന്നത് കാണുമ്പോൾ. ഏതു മനുഷ്യനാണ് ഇഷ്ടക്കേടുണ്ടാകുന്നത്? അദ്ദേഹത്തിന്റെ അമ്മയെ മറ്റുള്ളവർ ആദരവോടെ ഏറ്റുപാടുന്നത് കാണുമ്പോൾ, അമ്മയുടെ കാൽച്ചുവട്ടിൽ റോസാപ്പൂക്കൾ വെക്കുന്നത് കാണുമ്പോൾ അസ്വസ്ഥതയല്ല ഉണ്ടാകേണ്ടത്, സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്. ഏതു മകനാണ് അസ്വസ്ഥനാകുന്നത്? തൻ്റെ അപ്പന്റെ സുഹൃത്തുക്കളെ കുറിച്ച് മറ്റുള്ളവർ ഏറ്റുപാടുന്നത് കാണുമ്പോൾ. യൗസേപ്പിന്റെ വെർച്യൂസ് നമ്മൾ ഏറ്റുപാടുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഇത് അസ്വസ്ഥതയുടെ വിഷയമല്ല. ഇൻസ്റ്റഡ് നമ്മൾ യൗസേപ്പിനെ മറിയത്തെ വണങ്ങുമ്പോൾ, അവരുടെ സുഹൃത്തുക്കളെ ഏറ്റുപറയുമ്പോൾ ഈശോയ്ക്ക് അത് സന്തോഷത്തിന്റെ കാരണമാണ്. ഈശോ നമ്മുടെ മേൽ വലിയ കൃപകൾ ചൊരിയും. അങ്ങനെ തൻ്റെ അപ്പായെ അമ്മായെ ഏറ്റുപറയുന്നവരുടെ മേൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് എത്ര അധികമായി അനുഗ്രഹങ്ങൾ വർഷിക്കില്ല എന്ന് പരിശോധിക്കുക. ശരിക്കും യൗസേപ്പിനോട് മറിയത്തിലുള്ള ഭക്തി ഈശോയിൽ ആനന്ദം ജനിപ്പിക്കും എന്ന് തിരിച്ചറിയണം. ഇനി അപ്പനെ അമ്മയെ ആദരിക്കുന്ന ഒരു മകന്, അതായത് മറ്റുള്ളവർ തങ്ങളുടെ തൻ്റെ അപ്പനെ അമ്മയെ ആദരിക്കുന്ന കാണുമ്പോൾ ഒരു മകന് എത്ര സന്തോഷമുണ്ടാകുമോ, അതിനൊപ്പമോ അതിനേക്കാളോ സന്തോഷമുണ്ടാകില്ലേ തൻ്റെ ഭാര്യയെ, തൻ്റെ ഭാര്യയുടെ നന്മകളെ മറ്റുള്ളവർ പറയുന്നത് കാണുമ്പോൾ ഒരു ഭർത്താവിന്. അങ്ങനെയാണ് യൗസേപ്പ് മറിയം ബന്ധത്തെ മനസ്സിലാക്കേണ്ടത്. അതായത് മറിയത്തിന്റെ നന്മകളെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ യൗസേപ്പ് സന്തോഷിക്കും. യൗസേപ്പിന്റെ മറിയത്തിന്റെ നന്മകളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ഈശോ സന്തോഷിക്കുമെന്ന് പറഞ്ഞതുപോലെ, മറിയത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, മറിയത്തിന്റെ സുഹൃതങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ, അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ യൗസേപ്പ് സന്തോഷിക്കും. കാരണം നിങ്ങൾ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ വർഷം നമ്മൾ യൗസേപ്പിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളിൽ പറഞ്ഞ ഒന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മരിയ ഭക്തൻ ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മരിയ ഭക്തൻ ആരാണ്? പലരും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേര് പറഞ്ഞു, ചിലർ വിശുദ്ധരുടെ പലരുടെയും പേരുകൾ പറഞ്ഞു. ഒരു സംശയവും വേണ്ട, ലോകത്തിലെ ഏറ്റവും വലിയ മരിയ ഭക്തൻ യൗസേപ്പാണ്. യൗസേപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരിയ ഭക്തൻ. യൗസേപ്പിനെ പോലെ ആരും മറിയത്തെ വണങ്ങിയിട്ടില്ല. ഹി വാസ് ഹെർ പ്രൊവൈഡർ, ഹി വാസ് ഹെർ പ്രൊട്ടക്ടർ ആൻഡ് ഹി വാസ് ഹെർ സെർവന്റ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യൗസേപ്പ് മറിയത്തോട് പുലർത്തിയ ബന്ധം. ഹി വാസ് ഹെർ പ്രൊവൈഡർ, ഹി വാസ് ഹെർ പ്രൊട്ടക്ടർ, ഹി വാസ് ഹെർ സെർവന്റ്. യൗസേപ്പ് മറിയത്തിന് ദാതാവായിരുന്നു, പ്രൊവൈഡറായിരുന്നു. യൗസേപ്പ് മറിയത്തിന് സംരക്ഷകനായിരുന്നു. യൗസേപ്പ് മറിയത്തിന് ശുശ്രൂഷകനായിരുന്നു. യൗസേപ്പിനോളം ഒരു മരിയ ഭക്തൻ ഇല്ല എന്ന്
തിരിച്ചറിയണം. അപ്പോൾ മറിയത്തെ വണങ്ങുന്നവർക്ക്, മറിയത്തോട് നല്ല ബന്ധത്തിലായിരിക്കുന്നവർക്ക് യൗസേപ്പ് സ്വർഗത്തിന്റെ സകല സമ്മാനങ്ങളും സ്വർഗത്തെ കാലിയാക്കി നമുക്ക് കൊണ്ടുതരും. ഹി വിൽ എംപ്റ്റി ദ ട്രഷേഴ്സ് ഓഫ് ഹെവൻ ഫോർ അസ്. സ്വർഗത്തിന്റെ സകല സമ്മാനങ്ങളും യൗസേപ്പ് നമുക്കായി പിതാവായ ദൈവത്തോട് പറഞ്ഞ് എടുത്തു നൽകും. ഹൗവായെ ലഭിച്ചപ്പോൾ ആദം എത്ര സന്തോഷിച്ചു. സൃഷ്ടിയേറെ ചുറ്റുമുണ്ടെങ്കിലും ആദത്തിന് ആ ഡിലൈറ്റ്, ആ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ആദം അത് കണ്ടെത്തിയത് ഹൗവായിലാണ്. അതുപോലെയാണ് യൗസേപ്പ് അവന്റെ സന്തോഷം കണ്ടെത്തിയത് മറിയത്തിലാണ്. ജോസഫ് ഫൗണ്ട് ഹിസ് ഡിലൈറ്റ് ഇൻ മേരി. അപ്പോൾ മറിയം യൗസേപ്പിന് ഭാര്യയാണ്, യൗസേപ്പിന്റെ രാജ്ഞിയാണ്, യൗസേപ്പിന്റെ ആനന്ദമാണ് മറിയം. അപ്പൊ അത്രമേൽ യൗസേപ്പ് മാനിച്ച ആദരിച്ച മറിയത്തെ വണങ്ങാൻ, മരിയ ഭക്തിയിൽ വളരാൻ യൗസേപ്പ് നമ്മെ സഹായിക്കും. യൗസേപ്പ് ഇത്രയധികമായി മറിയത്തെ വണങ്ങുമ്പോൾ, ആദരിക്കുമ്പോൾ മറിയത്തിനറിയാം യൗസേപ്പിനോളം തന്നെ ധീരമായി സ്നേഹിക്കുന്ന മറ്റൊരാളില്ല. നൈറ്റ് ഓഫ് മേരി ആണ് യൗസേപ്പ്. മറിയത്തിന്റെ പടയാളിയാണ്, മറിയത്തിന്റെ പോരാളിയാണ് യൗസേപ്പ്. അപ്പൊ യൗസേപ്പിനുള്ള ഭക്തിയിൽ നമ്മൾ വളരുമ്പോൾ വി ബിക്കം നൈറ്റ്സ് ഓഫ് മേരി. KNIGHTS, നൈറ്റ്സ്, പടയാളികൾ, പോരാളികളാകും. ഈ കാലത്ത് മറിയത്തിന്റെ സ്വർലോകരാജ്ഞിയുടെ പടയാളികളാകുവാൻ യൗസേപ്പിനുള്ള ഭക്തി നമ്മളെ ഒരുക്കുമെന്ന് തിരിച്ചറിയുക. യൗസേപ്പ് നമ്മെ മറിയത്തിലേക്കും ഈശോയിലേക്കും കൂടുതൽ അടുപ്പിച്ചു നിർത്തും. ഇന്ന് ഈ പ്രതിഷ്ഠ നമ്മൾ നടത്തുമ്പോൾ ഇന്ന് വീണ്ടും ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കണേ. ലുത്തീനിയ അവൈലബിൾ ആണ്, നിങ്ങളിത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും അത് പാടി, അത് ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കാണാപ്പാടം പാടി പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിങ്ങളാകണം. അതുകൊണ്ട് ലുത്തീനിയ വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം പ്രതിഷ്ഠയുടെ ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലി നമ്മെ തന്നെ യൗസേപ്പിതാവിന്, യൗസേപ്പിതാവിലൂടെ മറിയത്തിന്, യൗസേപ്പിലൂടെ മറിയത്തിലൂടെ ഈശോയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.